ഇഡിക്ക് മുമ്പിൽ, ഇഡിയുടെ ഭീഷണിയുടെ മുമ്പിൽ കീഴടങ്ങില്ല, RSS ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് DYFI ഇന്നലെയും ഇന്നുമായി കേരളത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിരോധ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചത്. ഇതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ മലയാളത്തിലെ ഒരു മികച്ച സിനിമ, ആ സിനിമ ജനപ്രീതി അറിയിച്ചൊരു സിനിമ എമ്പുരാൻ. ആ എമ്പുരാൻ സിനിമയ്ക്കു നേരെ നടക്കുന്ന ഏറ്റവും വലിയ, ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഭരണകൂട അതിക്രമങ്ങൾക്കെതിരെ ജനങ്ങളെയാകെ അണിനിരത്താനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് DYFI ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യം ഇന്ന് ഭരിക്കുന്നത് BJP ആണ്. 2014 നരേന്ദ്രമോദി അധികാരത്തിലേക്ക് കടന്നു വന്നത്. 2014 നരേന്ദ്രമോദി അധികാരത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപുള്ള കാലയളവുകളിൽ ശ്രീ നരേന്ദ്രമോദി ആരായിരുന്നു? നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ RSSന്റെ സ്ഥാനം എന്തായിരുന്നു? ഇന്ന് രാജ്യം ഭരിക്കുന്നവരുടെ ഇടം എവിടെയായിരുന്നു എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. 1948 ജനുവരി മാസം 30 ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട സംഘടനയുടെ പേരാണ് RSS. RSSന്റെ മുൻനിര നേതാക്കളെല്ലാം അന്ന് ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് 1925 പിറവിയെടുത്ത RSSന്റെ ഒരു കയ്യൊപ്പ് നിങ്ങൾക്ക് കാട്ടിത്തരാനാകില്ല, എവിടെയുമില്ല. 1925 സവിശേഷത, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം അതിൻ്റെ സവിശേഷമായ ഒരു ഘട്ടത്തിലേക്ക് കടന്ന കാലയളവായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ആധുനിക ഇന്ത്യയെ രൂപീകരിക്കുന്നതിൽ ചരിത്രപരമായ ഒരു സംഭാവനയും നൽകാത്തൊരു കൂട്ടരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. എങ്ങനെ അവർ ഇന്ത്യയുടെ അധികാരത്തിലേക്ക് എത്തി എന്ന് ചോദിച്ചാൽ, അവർ അധികാരത്തിലേക്ക്, ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് നടന്നു കയറിയ വഴികളിലെല്ലാം മനുഷ്യന്റെ ചോരയും മാംസവും ചിതറിത്തെറിച്ചിട്ടുണ്ട്. 1980കളിൽ ശക്തി പ്രാപിച്ച രാമജന്മഭൂമി ബാബറി മസ്ജിദ് 1990കളിൽ അതിന്റെ മൂർധന്യത്തിലേക്ക് പോയി. രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ അധികാരത്തിന്റെ കോണുകളിൽ ഒരിടത്തും സംഘപരിവാർ ഉണ്ടാകുമായിരുന്നില്ല. രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തുടനീളം അന്ന് നടന്ന രഥയാത്രക്കിടയിൽ ചതഞ്ഞരഞ്ഞ മനുഷ്യരെത്രയാണ്, തകർന്നുപോയ സ്വപ്നങ്ങൾ എത്രയാണ്, കലാപങ്ങൾ കത്തിക്കേറിയ തെരുവുകൾ എത്രയാണ്. അതുവരെ സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്ക് അശാന്തിയുടെ കാലഘട്ടം പറന്നിറങ്ങിയ കാലം, കരിനിഴൽ വീണ കാലം. ഇന്ത്യ വർഗീയ കലാപങ്ങളാൽ അസ്വസ്ഥമായ കാലം. ആ ചോര പുരണ്ട വഴികളിലൂടെയാണ് ഭാരതീയ ജനതാ പാർട്ടി 1980 രൂപീകരിച്ച ഭാരതീയ ജനതാ പാർട്ടി. നിങ്ങൾ നോക്കൂ, 1925 RSS, 1964 വിശ്വ ഹിന്ദു പരിഷത്ത്, 1980 ഭാരതീയ ജനതാ പാർട്ടി. ഇതിനിടയിൽ മറ്റ് പരിവാർ സംഘടനകൾ രൂപീകരിക്കപ്പെടുന്നുണ്ട്. ജനതന്റെ ചരിത്രത്തിന്റെ വഴികളിലേക്ക് തിരിഞ്ഞു പോകുന്നില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എവിടെയുമില്ലാതിരുന്ന RSS, BJP എങ്ങനെ അധികാരത്തിലേക്ക് വന്നു? വർഗീയ കലാപങ്ങളിലൂടെയാണ്. സമാധാനത്തോടെ ജീവിച്ചിരുന്ന മനുഷ്യർ, അവർക്കിടയിലേക്കാണ് രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നമാളി കത്തിച്ചത്. മനുഷ്യന്റെ പട്ടിണി മാറ്റാമെന്ന് പറഞ്ഞായിരുന്നില്ല മനുഷ്യന്റെ ചേർത്ത് നിർത്തിയതവർ. വിശപ്പനുഭവിക്കുന്ന മനുഷ്യന്റെ വിശപ്പ് മാറ്റാം, ഭവനരഹിതരുടെ ഭവന കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നില്ല. മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നില്ല BJP ചരിത്രത്തിൽ അവരുടെ രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്തത്. മറിച്ച് വർഗീയതയായിരുന്നു, വംശീയതയായിരുന്നു.
1992 ഡിസംബർ 6 പകൽ 12:15 ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നായ ഇന്ത്യയുടെ സകല സേനാവ്യൂഹങ്ങളും ആകാശത്തേക്ക് തങ്ങളുടെ തൊക്കിൻകുടലുകൾ ഉയർത്തിപ്പിടിച്ച് ഗാർഡ് ഓഫ് ഓണർ കൊടുത്തു നിൽക്കവേ ബാബറി മസ്ജിദിന്റെ ഒടുവിലത്തെ താഴികക്കുടവും സംഘപരിവാർ താഴേക്ക് തകർത്തെറിഞ്ഞു. നിങ്ങൾ നോക്കൂ, ഭ്രാന്തമായ തെരുവുകളെന്ന്. മനുഷ്യന്റെ ചോരയ്ക്ക് വേണ്ടി നെട്ടോട്ടമോടിയ രാത്രികൾ. ലാരി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും ചേർന്നെഴുതിയ ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ്, സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകത്തിന്റെ കടന്നു പോകുമ്പോൾ ഒട്ടേറെ പുസ്തകങ്ങളിൽ, ലിറ്ററേച്ചറുകളിൽ കാണാൻ കഴിയുമെങ്കിലും ഹൃദയത്തെ ഉടക്കി വലിക്കുന്ന ദൃശ്യങ്ങൾ ലാരി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന പുസ്തകത്തിൽ കോറിയിട്ടിട്ടുണ്ട്. 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രിയിൽ, ആ ദിവസങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും ഇന്ത്യയിലേക്കും കടന്നു വന്നുകൊണ്ടിരുന്ന തീവണ്ടികൾക്കുള്ളിൽ മനുഷ്യരുടെ ചോരയും നിലവിളിയും പിന്നെ കബന്ധങ്ങളും മാത്രമായിരുന്നു. നവഖാലിയിലും കൽക്കത്തയിലും നഗ്നപാതനായി അന്ന് കലാപം കത്തിക്കേറിയ വഴികളിലേക്ക് നടന്നുകയറിയ മഹാത്മാഗാന്ധിയുടെ കഥ. 1947 വിഭജന കാലത്തെ അനുസ്മരിപ്പിക്കുന്ന വംശീയ കലാപത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചു. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് ധ്വംസനത്തിനു ശേഷം ആസൂത്രിതമായ രാഷ്ട്രീയ നീക്കമായിരുന്നു. നിങ്ങൾ നോക്കൂ, മനുഷ്യന്റെ ചോര കൊണ്ടാണ് അവർ അധികാരത്തിലേക്കുള്ള വഴികൾ വെട്ടിപ്പിടിച്ചത്. ആ പ്രശ്നമില്ലായിരുന്നുവെങ്കിൽ, അവർ ആസൂത്രണം ചെയ്ത് ഇന്ത്യയിൽ നടപ്പിലാക്കിയ കലാപങ്ങളില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ RSSകാരനായ നരേന്ദ്രമോദിക്ക് എത്തിച്ചേരാൻ കഴിയുമായിരുന്നോ? അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമായിരുന്നോ? ഇന്ത്യയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അധികാരത്തിലേക്ക് വരാൻ കഴിയുമായിരുന്നോ? ചോര കൊണ്ടാണ് അവർ അധികാരത്തിലേക്കുള്ള വഴി മുഴുവൻ വെട്ടിപ്പിടിച്ചത്.